ഇത്തവണ പതിവില്ലാത്ത ഒരു പ്രതിസന്ധി കൂടി മേളക്കുണ്ടായി. ഇവിടെ അതിനെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞു. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയമാണ് അസാധാരണമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത്. 19 സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ട് ഈ മേളയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം. അതിൻ്റെ ഫലമായി ആദ്യ ദിവസങ്ങളിൽ 10ഓളം സിനിമകളുടെ പ്രദർശനം റദ്ദാക്കേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് 13 സിനിമകൾക്ക് പ്രദർശന അനുമതി ലഭിച്ചു. എന്നിട്ടും 6 എണ്ണത്തിനുള്ള പ്രദർശനാനുമതി നിഷേധിച്ചു. ഭിന്നസ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ നയങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമായി വേണം ഇതിനെ കാണുവാൻ. അങ്ങേയറ്റം അപഹാസ്യമായ തീരുമാനങ്ങളായിരുന്നു കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റേത്. ഉദാഹരണത്തിന് ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു. എന്താണ് കാരണം? ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമയ്ക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു. സ്പാനിഷ് ജനപ്രിയ സംഗീതമായ ഹിപ്പ് ഹോപ്പ്, ആ ഹിപ്പ് ഹോപ്പുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു അത്. ഹിപ്പ് ഹോപ്പ് സംഗീത സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം, കലഹം എന്നൊക്കെയാണ്. ഇത് തിരിച്ചറിയാതെ ബീഫെന്ന് കേട്ടയുടൻ ഇവിടുത്തെ ബീഫാണ് എന്ന് കണക്കാക്കി അതിനെതിരെ വാളെടുക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എത്ര പരിഹാസ്യമായ കാര്യമാണ് ഇത് എന്ന് നോക്കുക. ഒടുവിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ബീഫല്ല ഇതെന്ന് മനസ്സിലായപ്പോഴാണ് അതുൾപ്പെടെയുള്ള സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകുന്നത്. വർഗീയതക്കും സങ്കുചിത ചിന്തകൾക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല കേരളത്തിൻ്റെ മതേതര സാംസ്കാരിക ഭൂമിക. ആ ഇടങ്ങൾ സംരക്ഷിക്കാനും തിരിച്ചുപിടിക്കാനുമുള്ള പോരാട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സംസ്ഥാന സർക്കാർ നിങ്ങളോടൊപ്പമുണ്ടാകും. ഈ മേളയുടെ ജീവാത്മാവായ നിങ്ങൾ ഓരോരുത്തരും ആ മുന്നേറ്റത്തിൽ സർക്കാരിനൊപ്പം കൈകോർക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.